ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ദിനംപ്രതി ചികിത്സാ പിഴവിന്റെ പേരിൽ നിരവധി പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴിതാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എക്സ്റേ യൂണിറ്റ് കേടാവുന്നത് തുടർക്കഥയായതോടെ അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് ചികിത്സ വൈകുന്നത് വിവാദമാകുന്നു. എക്സ്റേ കേടായിട്ട് 2 ആഴ്ച പിന്നിട്ടെങ്കിലും നടപടിയൊന്നുമില്ല. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റെത്തുന്ന അത്യാസന്ന നിലയിലുള്ള രോഗികളാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അത്യാഹിത വിഭാഗത്തിലെ 2 റൂമുകൾക്ക് മുൻപിൽ എക്സ്റേ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും എക്സ്റേ എടുക്കണമെങ്കിൽ 300 മീറ്റർ അകലെ ആകാശപാതയിലൂടെ രോഗിയെയും കൊണ്ട് റേഡിയോളജി വിഭാഗത്തിലെ എക്സ്റേ മുറിയിലെത്തണം. തുടർന്ന് തിരിച്ചെത്തിയ ശേഷം ഡോക്ടർ പരിശോധിച്ചാണ് രോഗനിർണയം നടത്തുന്നത്. അതുമൂലം രോഗികൾക്ക് ചികിത്സ വൈകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല 14-ാം ബ്ലോക്കിൽ വരി നിന്ന് പരിശോധനയ്ക്ക് വിധേയരാവുന്ന രോഗികൾക്ക് റിപ്പോർട്ട് ലഭിക്കണമെങ്കിൽ 100 മീറ്റർ കൂടി നടന്ന് മെയിൻ കൗണ്ടറിൽ ചെന്ന് പണമടയ്ക്കണം. ഇതെല്ലാം കഴിയുമ്പോഴേക്കും ചികിത്സ മണിക്കൂറുകൾ വൈകും. കഴിഞ്ഞ വർഷം മാർച്ചിൽ PMSSY ബ്ലോക്കിലേക്ക് അത്യാഹിത വിഭാഗം മാറ്റിയതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ നിരന്തരം കേടാവുന്ന യന്ത്രം മാസത്തിൽ 3 തവണയെങ്കിലും രോഗികളെ വലയ്ക്കുന്നുണ്ട്. ഗുണനിലവാരമില്ലാത്ത യന്ത്രമാണ് സ്ഥാപിച്ചതെന്ന് തുടക്കത്തിലെ ആരോപണമുണ്ടായിരുന്നു. പിന്നീട് കൊണ്ടുവന്ന 2ാമത്തെ എക്സ്റേ യൂണിറ്റ് മാസങ്ങളായിട്ടും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടില്ല. അത്യാഹിത വിഭാഗത്തിൽ HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡ് ആണ് എക്സ്റേ യന്ത്രം സ്ഥാപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഡൽഹിയിൽ നിന്നാണ് യന്ത്രം വാങ്ങിയത്. കേടായാൽ ഹൈറ്റ്സിൽ നിന്നുള്ള വിദഗ്ധർ ഡൽഹിയിൽ നിന്ന് എത്തിയാണ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത്. ഹൈറ്റ്സാണ് ഗുണനിലവാരമില്ലാത്ത എക്സ്റേ യന്ത്രം ഡൽഹി ആസ്ഥാനമായ ജനറൽ മെഡിക്കൽ എക്യുപ്മെന്റ് കമ്പനിയിൽ നിന്ന് വാങ്ങി വിതരണം ചെയ്തത്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡും ഈ കമ്പനിയിൽ നിന്ന് ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ട്. കമ്പനി വിതരണം ചെയ്ത ഉപകരണങ്ങളേറെയും ഗുണനിലവാരമില്ലാത്തതും ഉപയോഗശൂന്യവുമായതിനാൽ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന് സംസ്ഥാനത്തെ പല ജില്ലാ ആശുപത്രികളും KMSSLനോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം കമ്പനിക്ക് കേരളത്തിൽ സർവീസ് വിദഗ്ധരില്ല. KMSCL വഴി സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ വിതരണം ചെയ്ത ഉപകരണങ്ങൾക്കൊന്നും കൃത്യമായ സർവീസ് ലഭിക്കുന്നില്ലെന്നതും മെഡിക്കൽ കോളേജ് അധികൃതർ ഹൈറ്റ്സിനെ അറിയിച്ചിരുന്നു. യന്ത്രത്തിലെ സ്പെയർ പാർട്സുകളെല്ലാം നിലവാരമില്ലാത്തതിനാൽ ആഴ്ചകൾക്കുള്ളിൽ കേടാവുന്നതാണ് പ്രധാന പ്രശ്നം. ഇത്തരം ഗുണനിലവാര തകർച്ച ചൂണ്ടിക്കാണിച്ചിട്ടും KMSCL കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തിയില്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. എക്സ്റേ യന്ത്രം മാറ്റിത്തരണമെന്ന് ഹൈറ്റ്സിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ നടപടിയൊന്നുമായില്ല. മെഡിക്കൽ കോളേജിലെ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന നിരവധി പ്രശ്നങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. എന്നിട്ടും പലതിനും ഇപ്പോഴും നടപടിയെടുക്കാത്തത് രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഫ്രീഡം ഫൈറ്റിംഗ് ന്യൂസിനു വേണ്ടി രമ്യ അവിനാഷ്, കോഴിക്കോട്.